അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണിന്ന്. വളരെ പവിത്രമേറിയ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദുൽഹിജ്ജയിലെ വളരെ സവിശേഷമേറിയ വെള്ളിയാഴ്ചയുടെ രാവിൽ നമ്മൾ ചെയ്യേണ്ടുന്ന എല്ലാ അമലുകളും കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചേക്കാവുന്ന ഏറ്റവും മനോഹരമായ ദിവസങ്ങളാണ് ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമേൽ പ്രാധാന്യം കൊടുത്ത ദിവസങ്ങളുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തിരക്കുകൾക്കിടയിൽ, നമ്മുടെ ഈ ഓടിപ്പാച്ചിലിനിടയിൽ നമ്മൾ മറന്നു പോകരുത് ഇത്തരം പരിഗണിക്കേണ്ട വിഷയങ്ങളൊക്കെ. വിശുദ്ധ ഖുർആൻ പാരായണത്തിലും ദിക്റുകളിലും തസ്ബീഹുകളിലും ഒക്കെയായിട്ട് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞാനും നിങ്ങളൊക്കെ തയ്യാറാകണം. അള്ളാഹു നമുക്കതിനൊക്കെയുള്ള തൗഫീഖ് നൽകട്ടെ. ഇനിയൊരു ദുൽഹിജ്ജ മാസം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞേകുമോ എന്നൊന്നും നമുക്കറിയൂല. അതുകൊണ്ട് വളരെ സജീവമായിട്ട് റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെയ്യേണ്ടുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, നാളെ വെള്ളിയാഴ്ച പകലാണ്. നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ചില അമലുകൾ പറയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടത് 1000 ഇസ്തിഗ്ഫാർ ഇന്നത്തെ രാവിൽ ചൊല്ലുക എന്നുള്ളതാണ്. അത് എളുപ്പമുള്ള കാര്യമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 1000 ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിന് ശേഷം 200 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് 1000 ഇസ്തിഗ്ഫാർ നമുക്ക് ചൊല്ലി തീർക്കാൻ സാധിക്കുമെന്നേ. അതിന് പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പമായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റും. 200 ഇസ്തിഗ്ഫാർ എത്ര പെട്ടെന്ന് ചൊല്ലാൻ പറ്റും. ഒറ്റ ഇരുത്തത്തിൽ തന്നെ അത് ഇരുന്ന് ചൊല്ലുന്നവരുണ്ട്, എല്ലായ്പ്പോഴും ചൊല്ലുന്നവരുണ്ട്. ഇന്നത്തെ രാത്രിയിൽ അത് ചൊല്ലുന്നതിന് വലിയ മഹത്വമുണ്ട്. വെള്ളിയാഴ്ച രാവാണ്, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ആ 10 വെള്ളിയാഴ്ച രാവാണ്, വളരെ പവിത്രമേറിയതാണ്. അതേപോലെ തന്നെ 1000 ഇസ്തിഗ്ഫാറിന് ചൊല്ലാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 100 ഇസ്തിഗ്ഫാറെങ്കിലും ചൊല്ലുക. 1000 സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. 1000 സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 100 സ്വലാത്ത് ചൊല്ലുക. ഏറ്റവും എളുപ്പമുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി എന്ന് പറയുന്ന സ്വലാത്ത് വളരെ പവിത്രമേറിയ സ്വലാത്താണ്, എളുപ്പം ചൊല്ലാൻ പറ്റുന്നതാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് എളുപ്പമുള്ളതാണ്, വളരെ എളുപ്പം നമുക്ക് ചൊല്ലാനും പറ്റുന്നതാണ്. ഇതും ഒരു 1000 തവണ പറ്റുമെങ്കിൽ അങ്ങനെ ചൊല്ലുക, അല്ല എന്നുണ്ടെങ്കിൽ ഒരു 100 തവണയെങ്കിലും ചൊല്ലുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. മാറാത്ത കടങ്ങൾ, രോഗങ്ങളുണ്ടോ, തീരാത്ത കടങ്ങളുണ്ടോ, ഏത് ബുദ്ധിമുട്ടുകളുണ്ടോ, തലക്കും ഇത് ഒന്നിനു പിറകെ ഒന്നൊന്നായി വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടോ, ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഫത്ഹ് നൽകും. സ്വലാത്ത് കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ആഫത്തുകളും ഇല്ല തന്നെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതും അത് തന്നെയാണ്. ഇത് യക്ഫീക ഹമ്മദ് ദുനിയ വ ഹമ്മൽ ആഖിറ, നിൻ്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ് എന്നാണ്. ചൊല്ലുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തഹ്ലീൽ ചൊല്ലുക എന്നുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. എത്ര തവണയാണോ എണ്ണമില്ലാതെ ചൊല്ലുക. അത് ചൊല്ലാനുള്ള നല്ലൊരു മാർഗം പറഞ്ഞുതരാം. രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് തസ്ബീഹ് മാല എടുക്കുക. അതിങ്ങനെ അതിൻ്റെ ജപമണികൾ ഇങ്ങനെ മറിച്ച് 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 ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ, ആ ഒരു ഹാലത്തിൽ, ആ ഒരു സിറ്റുവേഷനിലായിട്ട് അങ്ങനെ കിടന്നുറങ്ങുക. അത് വെള്ളിയാഴ്ച രാവാണ്, ദുൽഹിജ്ജയിലെ 10, ദുൽഹിജ്ജയിലെ വെള്ളിയാഴ്ച രാവാണ്. വലിയ പവിത്രതയുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ചൊല്ലുക. ഇനി പ്രധാനപ്പെട്ട ചില സൂറത്തുകളുണ്ട്. സൂറത്തു യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജ്ദ. ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഓതുന്ന സൂറത്തുകളൊക്കെ ഓതുക. വാഖിയ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കില്ല. സൂറത്തുൽ മുൽക്ക് നമുക്ക് നാളെ മഹ്ശറിൽ, നാളെ പരലോകത്ത്, നാളെ ഖബറിൽ കിടക്കുന്ന സമയത്ത് അദാബിനെ തൊട്ട് നമുക്കൊരു വലിയ കാവലാകും. സൂറത്തു യാസീൻ ഏത് വിഷയങ്ങൾക്കും പരിഹാരം
പ്രകാരമാണ്. ഇത്തരം പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഉമ്മ, ഉപ്പ, വലിയുപ്പ, വലിയുമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, വേണ്ടപ്പെട്ട ആരുണ്ടോ അവരുടെയൊക്കെ പേരിൽ ഈ ഓതുന്നതിൻ്റെ ഹദിയ അവരുടെ പേരിൽ അത് ഹദിയ ചെയ്യുകയും കൂടി വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് തഹ്ലീൽ ചൊല്ലുക. പിന്നെ വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. എവിടേക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്വതക്ക നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വതക്ക നൽകുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയേക്കാവുന്ന അമലുകളാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് വലിയ ഖൈറാത്തുകൾ കടന്നു വരാൻ, നമ്മൾ ഓർക്കാപ്പുറത്തിരിക്കുന്ന സമയത്ത് വലിയ വലിയ അപകടങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ, ആഫത്ത് മുസീബത്തുകളെ തൊട്ട് രക്ഷപ്പെടാൻ അള്ളാഹു എല്ലാം മുൻകൂട്ടി കണക്കാക്കി വെച്ചിട്ടുണ്ട്. ആർക്കൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കുമെന്നുള്ളത് റബ്ബിൻ്റെ തീരുമാനത്തിൽ എന്നോ അത് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുന്നതിലൂടെ അതൊക്കെ മാറ്റപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹ് ആദ്യം എഴുതി വെച്ചത് മാറ്റിയില്ലെന്ന് ചോദിച്ചാൽ അത് അള്ളാഹു ആദ്യം അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അവനിങ്ങനെ 2026 ഈ ദുൽഹിജ്ജയുടെ 10 വരുന്ന സമയത്ത് അവൻ ഇങ്ങനെ ചില അമലുകൾ ചെയ്യും, ഇങ്ങനെ ചില സ്വതക്കകൾ ചെയ്യും, അത് കാരണമായിട്ട് അത് തട്ടിപ്പോവും എന്നും കൂടെയാണ് അള്ളാഹു ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഇബാദത്തുകളെ കൊണ്ട് സജീവമാകുക. അറഫയുടെ ഒരു നോമ്പ് വരാനുണ്ട്. നമുക്കറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയുടെ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് തന്നെ എങ്ങനെയാണ്? യുകഫറു സനത്തുൽ മാളിയ വൽ ബാഖിയ എന്നാണ്. വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും ദോഷങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നുള്ളതാണ്. മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യുകഫിറു സനത്തൽ മാളിയത്ത വൽ ബാഖിയ. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അള്ളാഹു പുറത്തു തരാൻ അത് കാരണമാകുന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജയിലെ 9 ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബഅദി അസ്വാജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദിൽഹിജ്ജ വ യൗമ ആശൂറ വ സലാസത അയ്യാമി മിൻ കുല്ലി ഷഹർ. ഇങ്ങനെ കുറച്ച് പറയുന്നുണ്ട് ആ ഹദീസിൽ. അബൂ ദാവൂദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് റളിയല്ലാഹു അൻഹു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ പറയുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജയിലെ 9 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അറഫയുടെ ദിനം നോമ്പെടുക്കൽ മുഅക്കദായ സുന്നത്താണ്. അറഫയിൽ നിൽക്കുന്നവരല്ല നോമ്പെടുക്കുന്നത്, നമ്മളാണ് നോമ്പെടുക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ നിൽക്കുന്ന സമയത്ത് നോമ്പെടുത്തിട്ടില്ല ഇരുന്നു. അതാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. നിങ്ങൾ നോക്കൂ, 2 വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു വരുന്നുള്ളതാണ്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകപ്പെടുന്നത് പോലെ അള്ളാഹു നമുക്ക് വലിയൊരു ഓഫറാണ് നൽകുന്നത്. ആരെങ്കിലും അറഫയുടെ നോമ്പെടുക്കുകയാണെങ്കിൽ അടുത്ത 1 വർഷത്തിൽ അവൻ മരണപ്പെടൂല, അവൻ ആയുസ് വർദ്ധിക്കുമെന്ന് ഒരു വാറണ്ടി കിട്ടുകയാണ്. നമുക്ക് നമ്മുടെ ലൈഫിനൊരു ഗ്യാരണ്ടി കിട്ടുകയാണ്. ഓക്കെ, ഒരു ഗ്യാരണ്ടി കിട്ടുകയാണ്. നമ്മൾ മരണപ്പെടൂല എന്നുള്ള ഗ്യാരണ്ടിയാണത്. അതെങ്ങനെയാണ് ഗ്യാരണ്ടി? ഇങ്ങനെയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1 വർഷത്തെ ദോഷങ്ങൾ പുറത്തു വരുമെന്ന് പറഞ്ഞു. 1 വർഷത്തെ ദോഷങ്ങൾ പുറത്തു വരുമെന്ന് പറഞ്ഞത് കഴിഞ്ഞുപോയ 1 വർഷത്തെ ദോഷങ്ങൾ പുറത്തു വരുന്ന പറഞ്ഞത്. പിന്നെ പറഞ്ഞത് വരാനിരിക്കുന്ന 1 വർഷത്തെ ദോഷങ്ങൾ പുറത്തു വരുന്ന പറഞ്ഞത്. മുഹമ്മദ് ഷത്തദമിയാത്തി സയ്യിദുൽ ബക്കീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഇആനത്തു ത്വാലിബീനിൽ ഈ ഹദീസിനെയും ഈ വിഷയങ്ങളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, 1 വർഷത്തെ ദോഷങ്ങൾ വരാനിരിക്കുന്നത് പൊറുക്കുമെന്ന് പറഞ്ഞാൽ ഒഫി തക്ഫീരി ഹാദിഹി സന ഇഷാറത്തുൻ ഇല അന്നഹു ലാ യമൂതു ഫിഹാ, ആ വരാനിരിക്കുന്ന വർഷം അവൻ മരണപ്പെടൂല എന്നാണ്. അതിൽ സന്തോഷ വാർത്തയുണ്ട്, മരണപ്പെടൂല എന്നുള്ളത്. മാത്രമല്ല മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനവറുകൾ പറയുന്നത് ഇങ്ങനെയാണ്, വഹാദിഹി ബുഷ്റാ ബിഹയാതി സനത്തിൻ മുസ്തഖ്ബില, വരാനിരിക്കുന്ന 1 വർഷത്തെ ആയുസ് ജീവിതം കൊണ്ട് അവന് സന്തോഷ വാർത്തയുണ്ട് എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ ദോഷങ്ങൾ പുറത്തു വരുന്നുള്ളതാണ്. അപ്പോൾ ആ നോമ്പ് എടുക്കുന്നവർ ഫദല്ല ലിസ്വാഇമിഹി അലൽ ഹയാത്തി ഫിഹ, വരാനിരിക്കുന്ന 1 വർഷം അവൻ ജീവിച്ചിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരമാണ് എല്ലാം ചെയ്യുന്നതും പറയുന്നതും. അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. മൃഗങ്ങൾ പോലും അറഫ ദിവസത്തെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ദുൽഹിജ്ജയുടെ 10 നാളുകൾ നമ്മൾ ആരാധനകളെ കൊണ്ടും ദിക്റുകളെ കൊണ്ടും തസ്ബീഹുകളെ കൊണ്ടും നാം ധന്യമാകണം, അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കണം. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, അത് റബ്ബിലേക്ക്
ചോദിച്ച് നമ്മൾ പറയണം, വാങ്ങിക്കണം. അള്ളാഹുവിനോട് നമ്മുടെ ആവലാദികളും വേവലാദികളും അള്ളാഹുവിനോട് പറഞ്ഞ് അത് പരിഹരിക്കാൻ പറ്റുന്ന വളരെ പവിത്രമേറിയ സമയങ്ങളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.